പ്രിയപ്പെട്ടവരെ കിടക്കാനുള്ള സമയമായെന്ന് തോന്നുന്നല്ലേ. നിങ്ങൾ കിടക്കുന്നതിന് മുമ്പേ സമയം കിട്ടുകയാണെങ്കിൽ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിലെ മൂന്നാമത്തെ ദൈവം നന്നായിട്ട് വായിച്ചു. ഈ മൂന്ന് ചെറുപ്പക്കാരെ പിടിച്ച് തീയിലിടുന്ന കാര്യമൊക്കെ നമ്മൾ ഒത്തിരി വായിച്ചിട്ടുള്ള കേട്ടിട്ടുള്ളതാണ്. ഷദ്രാക്ക്, മെഷാക്ക്, അബദ്നഗോ, ഈ മൂന്ന് പേരുടെ പേരിങ്ങനെ ഇന്ന് രാത്രി ആവർത്തിച്ച് വായിച്ചിട്ട് ചിലപ്പോൾ ഉറക്കം നഷ്ടപ്പെട്ടു. അതുകൊണ്ട് അവരുടെ പേര് ആവർത്തിച്ച് വായിക്കേണ്ട. പ്രിയപ്പെട്ട കൂട്ടുകാരൻ ദാനിയേലിൻ്റെ കൂടെയൊക്കെ ഉള്ളായിരുന്ന കുറച്ച് മൂന്ന് പേരാണ് ഷദ്രാക്ക്, മെഷാക്ക്, അബദ്നഗോ. അവർക്ക് മൂന്ന് പേര് വേറെ ഉണ്ട്, ഒക്കെ കണ്ടുപിടിച്ചു. നമ്മുടെ വിഷയം ഇന്ന് രാത്രി കിടക്കുന്നതിന് മുമ്പ് ഇവരെ ഇങ്ങനെ ഈ നെബൂഖദ്നേസർ രാജാവെ പിടിച്ച് തീയിലിടുന്നൊരു കാര്യമൊക്കെ നമ്മൾ വായിക്കുന്നില്ല. എന്നിട്ട് അവരിങ്ങനെ ഈ തീച്ചുള്ളയുടെ മധ്യേ കിടന്നിങ്ങനെ പ്രാർത്ഥിച്ചതിനെ കുറിച്ചൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ അധ്യായത്തിൽ ഇവരുടെ ഈ പാട്ട്, ഇവരുടെ ഈ തീച്ചൂളയ്ക്കകത്തുള്ള കീർത്തനം കഴിയുമ്പോൾ വചനം ഇങ്ങനെയാണ്. മൂന്നാമത്തെ അധ്യായത്തിൽ 25-ാമത്തെ വാക്യത്തിൽ രാജാവ് ഇങ്ങനെ ഈ തീച്ചൂളയിലേക്ക്, ഈ മൂന്ന് പിള്ളേരെ ചെറുപ്പക്കാരെ പിടിച്ചിട്ട തീച്ചൂളയിലേക്ക് എത്തി നോക്കിയിട്ട് പറയുന്നുണ്ട്, നമ്മൾ 3 പേരെയല്ലേ പിടിച്ച് തീക്കകത്തിട്ടത്, 4 പേര്, 4-മത്തവൻ കാഴ്ചയിൽ ദൈവകുമാരനെ പോലെ കാണപ്പെടുന്നു, ഈ തീച്ചുളയ്ക്കകത്ത് ഇവരാരും തീപ്പൊള്ളലേൽക്കാതെ ഇങ്ങനെ നടക്കുന്നു എന്നൊക്കെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഈ ഒരു കൊച്ചു ജീവിതമാണല്ലേ, ഓരോ ദിവസവും ചിലപ്പോൾ അതിൻ്റെ സ്ട്രഗിൾസ് ഉണ്ടാകാം, ചിലപ്പോൾ നല്ല നല്ല സുന്ദരമായ ദിവസങ്ങളായിരിക്കാം. ഇങ്ങനെ കയറിയിറങ്ങി നിൽക്കാം. ഈ വിഷമം വരുന്ന സമയത്ത് തളർന്നു പോകാതെയും ഒത്തിരി പ്രോത്സാഹനം കിട്ടുന്ന സമയത്ത് അങ്ങ് പൊങ്ങിപ്പോകാതെ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു നല്ല ലെവലിൽ ഈശോയുടെ മടിയിൽ, ഈശോയുടെ നെഞ്ചോട് ചേർന്ന് നിൽക്കാനൊക്കെ പറ്റും. ഇനി അതല്ല, ചിലപ്പോൾ നമ്മളിങ്ങനെ തെറ്റിദ്ധരിക്കപ്പെട്ടോ ഇല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ പണിയൊക്കെ വന്ന് ഈ തീച്ചൂളെ കിടക്കുന്ന ഒരു അനുഭവം ഉണ്ടാകും. ജോലി ചെയ്യുന്ന സ്ഥലത്തായിരിക്കാം, പഠിക്കുന്നിടത്തായിരിക്കാം, നമ്മുടെ കമ്മ്യൂണിറ്റിയിലൊക്കെ ആയിരിക്കാം, നമ്മൾ ജീവിക്കുന്ന ഒരു ലൊക്കാലിറ്റിയിലൊക്കെ ആയിരിക്കാം. പിന്നെ ഇവിടുന്നൊക്കെ അത്യാവശ്യത്തിന് കമ്പും കോലും മണ്ണെണ്ണയൊക്കെ നമുക്ക് കിട്ടി നമ്മളിങ്ങനെ പൊള്ളി നമ്മുടെ പുക വരുന്നുണ്ടാകാം. തീ കത്തി എരിയട്ടെ. നമ്മളിപ്പോൾ എന്നാ വിചാരിച്ചാലും കത്തണ്ട തീ കത്തിക്കൊണ്ടിരിക്കും, കൊള്ളികളൊക്കെ വന്നുകൊണ്ടിരിക്കും, ആൾക്കാർ ഇട്ട് പുകച്ചുകൊണ്ടൊക്കെ ഇരിക്കും, സിറ്റുവേഷൻ നമ്മളിട്ട് പുകയ്ക്കും, ചിലപ്പോൾ ഒരു പണിയില്ലാത്ത സാത്താൻ വന്ന് നമ്മളിങ്ങനെ മാന്തിക്കൊണ്ടൊക്കെ ഇരിക്കും. എന്തും ആവട്ടെ, ഈ തീച്ചൂള കത്തണം എന്നുള്ളതാണ് കർത്താവിൻ്റെ തീരുമാനങ്ങൾ. കത്തട്ടെ. ഇത് 7 ഇരട്ടി കത്തണം എന്നാണെങ്കിൽ കത്തട്ടെ. പക്ഷേ ഈശോയുടെ പ്രിയപ്പെട്ട കുഞ്ഞ് ശാന്തമാവണം എന്നുള്ളതാണ് നമ്മുടെ ഒരു ആവശ്യം. എന്താണെന്നറിയോ, ഈ തീച്ചൂള 7 ഇരട്ടി കത്തിയിരുന്നതിന് മുമ്പ് ഈ പിള്ളേർ പറയുന്നുണ്ട്, ഈ രാജാവേ തീ കത്തിക്കോട്ടെ, പക്ഷേ ഇതിനകത്ത് നിന്നൊക്കെ ഞങ്ങളെ പൊക്കിയെടുക്കാൻ ഞങ്ങളുടെ കർത്താവ് സർവ്വശക്തനാണെന്ന് പറയുന്നുണ്ട്. ഇന്ന് രാത്രി കിടന്നുറങ്ങുമ്പോൾ ഇന്ന് കത്തിക്കൊണ്ടിരിക്കുന്ന തീ എന്ത് പ്രശ്നമാവട്ടെ, യു ഡിഫൈൻ ഇറ്റ്, അതിനെ നിങ്ങൾക്ക് നെയിം ചെയ്യാം, പേരിടാം. ആ തീ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ 7-70 ഇരട്ടിയോ ഒക്കെ കത്തിക്കൊണ്ടിരിക്കാം. നാളെ ഇത് കെടുവോന്നറിയില്ല. നാളെ പ്രതീക്ഷയോടെ പുത്തനൊരു ദിവസത്തേക്ക് കിടക്കുമ്പോൾ തീച്ചൂള കെട്ടടങ്ങട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ട് വേണേൽ കിടന്നുറങ്ങാം. നാളെ ഇനി ഇത് കെട്ടില്ലെങ്കിലും, ഇത് ഹൃദയത്തിലോട്ട് ഏറ്റെടുത്തേ, നാളെ ഈ തീച്ചൂള കെട്ടില്ലെങ്കിലും ഈ എരിയുന്ന തീച്ചൂളയിൽ നിന്ന് എന്നെയും നിന്നെ രക്ഷിക്കാൻ നമ്മുടെ കർത്താവ് സർവശക്തനാണ്. ക്യാൻ യു ബിലീവ് ദാറ്റ്? ഇവരത് ബിലീവ് ചെയ്തു, ഇവർ കണ്ണും പൊട്ടി വിശ്വസിച്ചു. അതുകൊണ്ട് തീ കത്തിയിരിക്കുന്നതിനോടൊപ്പം അവരുടെ സ്വരവും ഉയർന്നു, അവർ കർത്താവിനെ സ്തുതിച്ചു. തീ കത്തിയിരിയുമ്പോൾ മഞ്ഞ് സൃഷ്ടിച്ച, മഴയെ സൃഷ്ടിച്ച കർത്താവിനെ അവർ വാഴ്ത്തി പാടിക്കൊണ്ടിരുന്നു. രാജാവ് നോക്കുമ്പോഴത്തേനും 3 പേരല്ല 4 പേര് തീക്കകത്ത്. 4-മത്തെ ആളെ കണ്ടപ്പോൾ കാഴ്ചയിൽ ദൈവകുമാരനെ പോലെ കാണപ്പെടുന്നു. ഈ തീക്കകത്ത് കിടന്നുകൊണ്ട് നമ്മുടെ കുടുംബം, നമ്മുടെ ടീം ഒന്ന് കർത്താവിനെ സ്തുതിക്കാനും നോക്കുക. ഇന്ന് രാത്രിയിൽ ഈ തീച്ചൂളയെ ഓർത്ത് വറീഡാവാതെ ഈ തീച്ചൂളയിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ പറ്റുന്ന കർത്താവിനെ ഓർത്ത് ആനന്ദിച്ചൊന്ന് സ്തുതിച്ചിട്ട് പ്രാർത്ഥിച്ച് കിടന്നുറങ്ങും. ഈ ദൈവകുമാരൻ ഈശോ മിശിഹ നിന്നെ പൊതിഞ്ഞിങ്ങനെ പിടിക്കും. ഇന്ന് കട്ടിലെ കിടക്കുമ്പോഴത്തേനും ഇതോർത്ത് ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴത്തേനും കർത്താവ് നിന്നെ കെട്ടിപ്പിടിക്കും. അങ്ങനെ കർത്താവിനെ കെട്ടിപ്പിടിച്ച് രാത്രി കിടന്നുറങ്ങ്. നാളെ രാവിലെ എഴുന്നേക്ക്. കർത്താവ് കൂടെയുണ്ട്. ഒറ്റയ്ക്കല്ല, നീ ഒറ്റയ്ക്കല്ല. ഇന്ന് രാത്രിയിലും ഒറ്റയ്ക്കല്ല. ഈശോ കൂടെ നിന്ന് നിന്നെ സഹായിക്കും. ശാന്തമായിട്ട് കിടന്നുറങ്ങിക്കോ. കർത്താവിൻ്റെ അനുഗ്രഹം കൂടെയുണ്ട്. എരിയുന്ന തീച്ചൂളയിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ നമ്മുടെ ദൈവം സർവശക്തനാണ്. ഇപ്പോൾ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 3-ാമത്തെ അധ്യായം ഒന്ന് വായിച്ചിട്ട് കിടക്കണം കേട്ടോ. ഈശോ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.